ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് മതിയോ? മതി. ഇവിടെ ചെറിയ വഞ്ചി കിട്ടും. അതില് കായലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ പറിച്ചെടുക്കാം. ഒരു ദിവസം ഞാൻ തന്നെ കൊണ്ടുപോകും. എന്തോ ഒരു പൊരുത്തക്കേട് മനസ്സിലങ്ങ് കയറി കൂടിയിരിക്കാൻ സുമിത്രേ. ഒരു ചേർച്ചയില്ലായ്മ പോലെ. അമ്മേ, നമ്മൾ നമ്മുടെ വീടും ചുറ്റുപാടും അല്ലാതെ വേറെ പുറം ലോകമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്കെല്ലാം അറിയാം. അവർ കുഞ്ഞുനാളിന് മുതൽ കഴിച്ച് ശീലിച്ചതല്ലേ അവരാഗ്രഹിക്കൂ. ഇതിലിപ്പോ എന്താ ഇത്ര പ്രത്യേകത? മുത്തശ്ശി, നിങ്ങൾ രഹസ്യം പറയുന്നോ അല്ലല്ലോ? അങ്ങനെ ഒരു ശീലമൊന്നും ഇവിടില്ല. അല്ല, കുട്ടി എന്താ വന്നേ? നവീനും ഗാഥ മാഡം പുറത്തു പോയിരിക്കോ? അയ്യോ, പറഞ്ഞില്ലല്ലോ. നവീൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. പക്ഷേ മാഡം എന്നോട് എന്താ പറഞ്ഞെന്ന് അറിയാവോ? മാഡം വന്നിരിക്കുന്നത് കുടുംബത്തിലുള്ള എല്ലാവരോടും അടുത്തിടപെടാൻ വേണ്ടിയല്ലേ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പുഴക്കര വരെ ചെല്ലുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പുഴക്കരയിലല്ലേ? എന്താ അമ്മേ, നമുക്ക് പോയാലോ? അല്ല, പുഴക്കരയിൽ എന്താ പ്രത്യേകിച്ച്? നവീനും അവന്റെ പെണ്ണും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ഉണ്ടായാൽ നല്ലതാണെന്ന് ആ കുട്ടി പറഞ്ഞു. അത്രേ. എന്നിട്ടെന്താ, എല്ലാരും കൂടെ പോകാൻ തീരുമാനിച്ചോ? നിർമ്മല വിശ്രമിച്ചോളൂ, ഞാനും അമ്മയും കൂടി പോയിട്ട് വരാം. അതെന്താ, ഞാനും കൂടെ വരാം. കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നതേ ഒരു രസാണല്ലോ. ആന്റി എന്തായാലും വരണം. ആന്റിയുടെ ഈ പൊട്ടിത്തെറിച്ചുള്ള സംസാരം ഉണ്ടല്ലോ, ഗാഥാ മാഡത്തിന് വലിയ ഇഷ്ടമായിരിക്കും. അത് പോയിന്റ്. അമ്മ ശരിക്കും പൊട്ടിത്തെറിക്കുന്ന അവള് കണ്ടിട്ടില്ലല്ലോ. എന്താ? അല്ല, എല്ലാവർക്കും കൂടി പോവാന്ന് പറയായിരുന്നു. എന്നാ വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. മാഡത്തിന് ഒരു ഉച്ചയുറക്കമുണ്ട്. അതിനു മുന്നേ നമുക്കിത് ഒരുക്കി തീർക്കാം. ശരി മോളെ, എനിക്ക് പൂജാമുറി ഒരുക്കാനൊന്നും അറിയില്ല. എന്റെ വീട്ടിലെ ദൈവം എന്ന് പറഞ്ഞ ഒരു കലണ്ടറാ. അതിനു മുന്നിൽ ഒരു തിരി കത്തിച്ചാ കത്തിച്ചു, അത്രേ ഉള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചിത്തരമ്മ മരുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഇത് ഞാൻ ചെയ്തോളാം. നിനക്ക് പിന്നെ പൂജയുടെ കാര്യങ്ങളൊക്കെ നല്ല പരിചയമാണല്ലോ. ഇഷ്ടമാണ്. പിന്നെ ചേച്ചി നോക്കിക്കോ, ഞാൻ അത് ചെയ്യട്ടെ. എന്ത് ഭംഗിയെ കാണാൻ. എന്ത് ചിരിക്കുന്നേ? എനിക്കിത്തരം സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ലെന്നാണോ കരുതിയേ? ഏയ്, അതൊന്നുമില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഇത്. ചിലപ്പോഴൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഈ ബിസിനസിന്റെ ടെൻഷനൊക്കെ വന്ന് തലയങ്ങ് വലുതാവും. അപ്പോ ഞാൻ കാറെടുത്ത് ഇങ്ങോട്ടേക്ക് വരും. ഓ, ഞാൻ നവീന്റെ ഒരു ഇഷ്ടം കൂടി കണ്ടുപിടിച്ചു. വാ. ബ്യൂട്ടിഫുൾ. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം ഇതാ. നമുക്കൊരു യാത്ര പോകാനുണ്ടെങ്കിൽ നമ്മൾ കുറെ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കും, ഒരുപാട് ദൂരെയുള്ളത്. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാം? നമുക്ക് ചുറ്റുമുള്ള നല്ല കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്യും. ഞാൻ സമ്മതിച്ചു. ഒന്നിച്ചുള്ള യാത്രകളിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം, പോരെ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവരിവിടെ തന്നെ കാണുമെന്ന്. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗാഥാ മാഡത്തിന് ബന്ധുക്കൾ എല്ലാവരും ചുറ്റുമുള്ളതാ. സന്തോഷം. എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നോളാം. നിങ്ങൾ വാ. ആ വെള്ളത്തിലേക്ക് ഇങ്ങ് തട്ടിയിട്ടാലോ അമ്മ? സിനി, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു യുദ്ധമുഖത്താ മാഡം. അല്പം പ്രൈവസി വേണമെന്നും പറഞ്ഞ് ഗാഥ മാഡം നവീനെ കൊണ്ട് പുറത്തിറങ്ങി.
ഞാൻ വിടുവോ? തറവാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും കൊണ്ട് ഞാൻ പിറകെ എത്തിയിട്ടുണ്ട്. ഗാഥാ മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. സ്വന്തം പ്രൈവസിക്ക് എങ്ങാനും എന്തെങ്കിലും ഒരു കോട്ടം വന്നാ ആരാന്നും നോക്കില്ല, പൊട്ടിത്തെറിച്ചിരിക്കും. തറവാട്ടിലുള്ളവരൊക്കെ പിന്തുടർന്ന് വന്നൂന്നും പറഞ്ഞ് ഗാഥാ മാഡം ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാം. ചിലപ്പോ ഈ കായൽ തീരത്ത് നിന്ന് തന്നെ ഗാഥാ മാഡം ഞാനും അങ്ങോട്ട് തിരിക്കും. ഞാൻ വിളിക്കാം മാഡം. നവീൻ, നവീൻ കായലിലിറങ്ങോ? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണ് പറഞ്ഞ കായലല്ല, നടുക്കടലിൽ വരെ ഇറങ്ങി. എങ്കിൽ എനിക്ക് 1-2 പൂ പറിച്ച. ഇത്രേ ഉള്ളൂ, ഇപ്പൊ തരാം. ഇത് മതിയോ? മതി. ഇവിടെ ചെറിയ വഞ്ചി കിട്ടും. അതില് കായലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ പറിച്ചെടുക്കാം. ഒരു ദിവസം ഞാൻ തന്നെ കൊണ്ടുപോകും. ആഹാ, നിങ്ങളെല്ലാരും ഇങ്ങോട്ടേക്ക് വന്നോ? നവീൻ, നമുക്ക് നടക്കാം. വീട്ടുകാരെ നവീൻ ഒന്ന് മാനേജ് ചെയ്താൽ മതി. ഓക്കെ, വാ. എന്തിനാ മുത്തശ്ശി നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? ഗാഥമോള് വന്ന് കയറിയിട്ട് ശരിക്കൊന്ന് കണ്ടുപോലുമില്ല. എങ്കിൽ പിന്നെ സംസാരമൊക്കെ ഇവിടെ വെച്ചാകാമെന്ന് കരുതി. ഓക്കെ, പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. കഥ നമുക്ക് നടക്കാം. അതെന്ത് പരിപാടിയാ? ബന്ധുക്കൾ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? അല്ല, ഇതെന്താ ഇത്രയും പറഞ്ഞാ തീരത്ത കഥ രണ്ടുപേരും കൂടി പറഞ്ഞോണ്ടിരിക്കുന്നേ? അവരൊന്നിച്ച് ജീവിക്കാനുള്ളതല്ലേ നിർമ്മലേ? അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ഓ, ആ, എന്തായാലും അവര് പോയിട്ട് വരട്ടെ. അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് ഗാഥാ മാഡത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഗാഥാ മാഡം ബ്രാൻഡഡ് ആയ സാധനം മാത്രമേ ഉപയോഗിക്കൂ. അതിപ്പോ ഡ്രസ് ആയാലും ബ്രഷും പേസ്റ്റ് ആയാലും ബാക്കി നിത്യജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടഡ് ആയ സാധനങ്ങൾ മാത്രം ഗാഥാ മാഡത്തിന് വേണ്ടത്.